ബ്രില്യൻറ്റിൻ്റെ 1 ഇയർ ലോങ് ടൈം ഓൺലൈൻ ബാച്ചിൽ പഠിച്ച് കീമിന് 453ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കനാണ് നമ്മുടെ കൂടെയുള്ളത്, ഗൗരവ്. ഗൗരവ് ഇപ്പം ഷാർജയിൽ നിന്നാണ് പാലായിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് വിശേഷങ്ങളൊന്ന് കേൾക്കാം. ഹായ് ഗൗരവ്. ഹലോ. എങ്ങനെയുണ്ടായിരുന്നു മോനെ ഇവിടെ വന്നപ്പോഴത്തേക്കുള്ള എക്സ്പീരിയൻസ്? ആദ്യമായിട്ടല്ലേ ബ്രില്യൻറ്റിലേക്ക് വരുന്നത്? അതെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറേ വലിയ നല്ല ഫെസിലിറ്റീസ് ഉള്ള പോലൊക്കെ കാണുന്നത്. അപ്പം ഓൺലൈനായിട്ട് പഠിക്കാതെ ഓഫ്ലൈനായിട്ട് വരണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയോ? മിസ് ചെയ്തോ ഒരു ഓഫ്ലൈൻ ബാച്ച് ആയിട്ട്? ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ഒന്നിങ്ങോട്ട് വരണമെന്ന് തോന്നിയിട്ടുണ്ട്. 453 റാങ്ക് ഒക്കെ അല്ലേ ഓൺലൈനിൽ വാങ്ങിച്ചിരിക്കുന്നത്? ഓൺലൈൻ ആയിട്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ടും. അപ്പം ഒരു ഓഫ്ലൈൻ സ്റ്റുഡന്റ് വാങ്ങിക്കുന്ന അത്രയും തന്നെ ഒരു റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എത്രയെങ്കിലും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു റാങ്ക് കിട്ടുമെന്ന്? ഇല്ല, ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ആദ്യമായിട്ട്. അപ്പോൾ വന്നപ്പോൾ ഒരു സർപ്രൈസും ഒരു സന്തോഷവും കൂടെ ആയിരുന്നു. അപ്പൊ ഈ ആദ്യം 453ാമത്തെ റാങ്കാന്ന് അറിഞ്ഞപ്പം ഹൗ ഡു യു ഫീൽ? അന്നേരം നല്ല എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് എന്താ ഈ മോനെ കുറിച്ച് പറയാനുള്ളത്? ഗൗരവ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം മിസ് ചെയ്യാതെ മിക്കവാറും എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുമായിരുന്നു. അല്ലാതെ വേറെ എക്സ്ട്രാ ട്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് മാത്രമാണ്. സ്കൂളിലേക്കായാലും ഇത് കോച്ചിങ്ങിൻ്റെ ആയാലും എല്ലാം ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു രണ്ട് രീതിയിലും. സ്കൂളിലും അവന് 97.2% ഉണ്ടായിരുന്നു. പിന്നെ ജിമെയിനും നല്ല സ്കോർ ഉണ്ടായിരുന്നു. 96.966 ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 97. അവനിപ്പോൾ കാലിക്കറ്റ് NIT അലോട്ട്മെന്റും ആയിട്ടുണ്ട്. അപ്പൊ അലോട്ട്മെന്റും ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സന്തോഷത്തിന്റെ കൂടെ മറ്റൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം സ്കൂളിൽ പഠിക്കുന്ന കൂടെ തന്നെ ആയിരുന്നല്ലേ ഇതിന്റെ എൻട്രൻസ് കോച്ചിങ് നടക്കുന്നത്? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? കുറച്ച് ഹെക്ടിക് ആണ്, എന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോകാൻ പറ്റി. എല്ലാ ദിവസവും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു? ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ എക്സാംസ് വരുമ്പോൾ കുറച്ച് ക്ലാസ് മിസ്സാവും. പക്ഷെ എന്നാലും പിന്നെ അത് മാനേജ് ചെയ്യും. വെക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ആ ക്ലാസ്സസ് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടുത്തെ എക്സാം പാറ്റേൺ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ? എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോ എക്സാം എഴുതുമ്പോൾ ബെറ്റർ ആയിട്ട് വരുമായിരുന്നു ചെയ്തിരുന്നത്? അതെ, കൂടുതലും ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരുന്നത്. ഓരോ എക്സാമിലും അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ പഠിച്ചു വന്നപ്പം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും ഒരു മെയിൻ എക്സാമിലേക്കുള്ള ഒരു സ്റ്റെപ്പ് വെക്കുന്ന പോലെ തോന്നിയായിരുന്നു? കുറച്ചുകൂടെ കോൺഫിഡൻസ് ഫീൽ ചെയ്തിരുന്നു? കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ എക്സാം എഴുതിയപ്പോഴത്തേക്കും ഇവിടുത്തെ എക്സാമിന് സിമിലർ ആയിട്ടായിരുന്നോ തോന്നിയത്? അതേ കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു? ഇച്ചിരി കൂടി ഈസിയർ ആയിട്ടായിരുന്നു തോന്നിയത്. ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ എക്സാം എഴുതിയിട്ട് പോയതിന് ശേഷം ഗെയിം എഴുതുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയെന്ന്. അപ്പം സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നോ? സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും അതും വാല്യൂസ് മാറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാം കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റി, സമയം കുറെ നമുക്ക് ലാഭിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? അപ്പം അങ്ങനെയാണ് 453 റാങ്കിലേക്ക് എത്തുന്നത്. അപ്പം JEE മെയിൻസ് ചെയ്തിരുന്നു അല്ലേ? JEE മെയിൻസിന് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ? ഇത് തന്നെ ആണോ പാറ്റേൺ ഫോളോ ചെയ്തത്? അതെ, കൂടുതലും ബ്രില്യൻറ്റ് തന്ന സാമ്പിൾ പേപ്പേഴ്സും ക്വസ്റ്റ്യൻസും പിന്നെ അവരുടെ മെറ്റീരിയൽ നോക്കിയായിരുന്നു പഠിച്ചത്. അപ്പം നമുക്ക് സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടല്ലേ? ഏതാ മോൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്? ഫേവറേറ്റ് സബ്ജക്റ്റ് കെമിസ്ട്രി. എന്തുകൊണ്ടാണ് കെമിസ്ട്രി? കാരണം അത് എളുപ്പമാണ് പഠിക്കാൻ, അത് ബൈ ഹാർട്ട് ചെയ്തെടുക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പൊ അതിൻ്റെ കുറെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? ഓർഗാനിക് ഉണ്ട്, ഇനോർഗാനിക് ഉണ്ട്. പലർക്കും ഇനോർഗാനിക് ഈസിയാണ്, പക്ഷെ ഓർഗാനിക് ഇച്ചിരി പാടാണ്, എന്നാലും മാനേജബിൾ ആണ്. അപ്പം ടഫായിട്ട് വരുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഡൗട്ട് വരുമ്പോഴത്തേക്ക് അതെങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുന്നത്? E-Learn ആപ്പിലൊക്കെ യൂസ് ചെയ്യുമായിരുന്നു? E-Learn ആപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിന്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും എല്ലാം ഉണ്ടായിരുന്നു. ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ. അപ്പം അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്? നമുക്ക് എപ്പോഴും ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരുന്നു? അവൈലബിൾ ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ തരുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ വരുന്ന ഡൗട്ടുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിലൊരു ഹാപ്പി ആണല്ലേ? എന്റെ മൂത്ത മോന് ഇവിടെ തന്നെ പഠിച്ചതാണ്. ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്? ഓക്കെ, ഏത് ബാച്ച്? ഇവിടെ ഒരു റിപ്പീറ്റ് ചെയ്തിട്ടാണ്. MBBS കഴിഞ്ഞപ്പോൾ നീ PGക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അതിന്റെ നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മെഡിക്കലാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ചേട്ടനാണോ അനിയനൊരു ഇൻസ്പിറേഷൻ ആയിട്ട്? അങ്ങനെയില്ല, അവനും നീറ്റ് കൊണ്ട് ഒരുവിധം നല്ല റാങ്കിൽ തന്നെ വന്നു.
അപ്പോൾ ഇദ്ദേഹത്തിന് അതുകൊണ്ട് ഓൺലൈനായിട്ടാണെങ്കിലും നമ്മൾ അതുകൊണ്ട് കോച്ചിങ് ഇവിടെ തന്നെ എടുത്തത്. ചേട്ടൻ അപ്പോൾ MBBS എവിടെയാ കംപ്ലീറ്റ് ചെയ്തത്? ബാംഗ്ലൂരാണല്ലേ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ മോന്റെ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നോണ്ടാണ് അവന് പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ റാങ്കിൽ വന്നവന് കേരളത്തിൽ കിട്ടുമായിരുന്നു, വേണമെങ്കിൽ നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ കാലിക്കറ്റ് NIT അഡ്മിഷൻ ആയിട്ടുണ്ടല്ലേ? അലോട്ട്മെന്റ് ആയി. ഏത് ബ്രാഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. ആഗ്രഹിച്ച ബ്രാഞ്ച് തന്നെയാണോ? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ആ ഒരു ബ്രാഞ്ചിലേക്ക് തന്നെ ഒരു ഇത് വന്നത്? കമ്പ്യൂട്ടർ സയൻസ് ഇച്ചിരി കൂടെ ഫ്യൂച്ചറിലോട്ട് ഇച്ചിരി കൂടെ ആപ്ലിക്കബിൾ ആവുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അത് മെയിൻലി ചൂസ് ചെയ്തത്. പിന്നെ ഈ 11th ഉം 12th ഉം കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തുകൊണ്ട് അത് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. ഓക്കെ, അപ്പം സ്കൂളിലേക്ക് ഷാർജയിൽ തന്നെയായിരുന്നല്ലോ. അതെ. അപ്പം +1 +2 കൂടെ ഇത് പോകുന്ന സമയത്ത്, ഈ എൻട്രൻസ് പോകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ? അത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ? ചില സമയത്തൊക്കെ ടൈം മാനേജ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഈ ഹോളിഡേയ്സ് വരുന്ന സമയത്തെല്ലാം അത് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ എടുക്കുന്ന എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പാറ്റേൺ എന്നൊക്കെ പറയുന്നത്? വിട്ടുപോവാണെങ്കിൽ അതിലോട്ട് തന്നെ വീണ്ടും വന്ന് ഇച്ചിരി കൂടെ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്ത് വരണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോവുകയാണെങ്കിൽ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പഠിച്ചത്. കൂടുതലും ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാളും ഇവിടുത്തെ വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ് വീണ്ടും വീണ്ടും റെക്കോർഡഡ് ക്ലാസ്സസ് കാണുമായിരുന്നു. അതായിരുന്നു അവന് കൂടുതൽ എനിക്കൊന്ന് ഹെൽപ്ഫുൾ ആയത്. അത് സ്കൂളിലെ എക്സാമിന് വേണ്ടിയിട്ടായപ്പോലും അവരിൽ എക്സ്ട്രാ വേറെ ട്യൂഷൻസ് ഇല്ലായിരുന്നു. അപ്പം ഇത് നല്ലപോലെ ഹെൽപ്ഫുൾ ആയിരുന്നു അവന്. ഓക്കെ, അപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും 453 റാങ്കിലേക്ക് ഗൗരവ് എത്തിയത്. തികച്ചും ഒരു ചെറിയ കാര്യമല്ല. ഒരു ഓഫ്ലൈൻ വിദ്യാർത്ഥിനെ പോലെ തന്നെ ഓൺലൈനിൽ ഇരുന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഗൗരവ് ഇത്രയും വലിയൊരു റാങ്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഗൗരവിന് ഇനിയുള്ള എല്ലാ സ്റ്റഡീസിലും ഇതുപോലെ തന്നെ നല്ല റാങ്കും അതുപോലെ നല്ല മാർക്കും ഒക്കെ വരട്ടെ. ഇതുപോലെ ജീവിതത്തിലെ കുറേയധികം പ്രൗഡ് മൊമെന്റ്സ് ഉണ്ടാകട്ടെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.